വരുമാനം വരുന്ന ഒരു ഇൻകം പ്ലാനിലൊക്കെ ഡൗട്ട് വരുന്നുണ്ടാവും അല്ലെ? നമ്മൾ ഇൻകം പ്ലാൻ വലിയൊരു സെഷനായിട്ട് എടുക്കാൻ വിചാരിച്ചതാണ്. അതെന്തായാലും എടുക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഷോർട്ട് ആയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാവരും കമ്പനിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവാം. കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം അല്ലെ? കമ്പനി പ്രൊഡക്റ്റ് സെഷൻ എല്ലാ തിങ്കളാഴ്ച വരുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും പ്രൊഡക്റ്റ് സെഷൻ ഉണ്ട്. ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുക കേട്ടോ. ഇത് നമ്മൾ പഠിക്കാതെ ഒരു കാര്യം നമുക്ക് ചെയ്യാനില്ല. 1 by 1 പഠിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ. പിന്നെ അതിന് ഇൻകം പ്ലാൻ ആണ് വെരി ഇമ്പോർട്ടന്റ്. വരുമാനം എങ്ങനെ വരുന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് വളരെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പറ്റുമ്പോൾ പെൻ പേപ്പർ എടുത്ത് വെച്ചോളൂ കേട്ടോ. ഞാനിത് വലിയ ദിവസം എടുക്കുന്നുണ്ട് സെഷന് വലുതായിട്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിൽ എല്ലാവരും ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ എടുത്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോ ഓക്കെ, സീന മേഡം ഒക്കെ ഉണ്ട്. പിന്നെ സുപ്ര, എല്ലാവരും ഉണ്ടോ ഇവിടെ പ്ലാറ്റ്ഫോമിൽ? ആ ഓക്കെ ഓക്കെ. ദിലീപ് സാർ ഉണ്ടോ? അതിരുവേട്ടനുണ്ടോ? ഞാനുണ്ട് ഇവിടെ. ഓക്കെ 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 ഓക്കെ. ഭാസ്കരേട്ടൻ, പിന്നെ നീതു, സുഹ്ര, സലീന, ജിനു, തോമസ്, ലിബി. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. സീന മേഡം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്നത്തെ ജസ്റ്റ് ഇൻകം പ്ലാന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ പ്ലാൻ പ്രസന്റേഷൻ കേൾക്കാൻ വന്ന എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് സീന സനു, പത്തനംതിട്ടയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ വരുമാനത്തോടൊപ്പം നല്ലൊരു ആരോഗ്യവും അതുപോലെ തന്നെ നല്ലൊരു പേഴ്സണാലിറ്റിയും പ്രദാനം ചെയ്യുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നതിനായി സുരേഷ് സാറിനെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹം കാസർഗോഡ് സ്വദേശിയാണ്. ഇപ്പോൾ 18 വർഷമായി ദുബായിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. ആ ജോലിയോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് തന്നെ നമ്മുടെ ഈ ബിസിനസ്സും കൊണ്ടുപോകുന്നു. സ്റ്റാർ ഡയറക്ടറും കാർ ഫണ്ട് അച്ചീവറുമായ സുരേഷ് സാറിനെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു വെരി മച്ച്. വളരെ വ്യക്തമായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതിന്റെ സ്ക്രീനിന്റെ സഹായത്തോടെ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് പുതിയ ആൾക്കാർ ആരും ഇല്ലാത്തതുകൊണ്ടാണ് എടുത്തത്. ഇനി കേൾക്കുണ്ടോ കറക്റ്റ് ക്ലിയർ ആവത്തില്ല. അവർക്ക് ആവണമെങ്കിൽ ഒന്ന് ശരിയാവട്ടെ. മൊബൈൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല. നെറ്റ് ഇഷ്യൂ ആണോ അറിയില്ല. അപ്പോൾ നീതു മേഡം നമ്മളൊരു റെക്കോർഡ് അയച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് പ്ലാൻ പ്രസന്റേഷന്റെ അശ്വിനെ അയച്ചു തരുവേ. അതൊന്ന് കേൾക്കണേ കേട്ടോ. അതിനുശേഷം വീണ്ടും നാളത്തെ മീറ്റിംഗിൽ കയറിയാൽ മതി കേട്ടോ. ഇപ്പൊ കേട്ടോളൂ ഫുള്ളായിട്ട്. നമ്മൾ പിന്നെ ഇൻകത്തിന്റെ പ്രസന്റേഷനാണ് കാണിക്കുന്നത് കേട്ടോ. വരുമാനം എങ്ങനെ വരുന്നില്ല. വളരെ സിമ്പിൾ ആട്ടോ. ഇതിൽ ഇൻകം പ്ലാന് ഓക്കെ, വിന്നി ടീമിന്റെ ഇൻകം, നമ്മുടെ വെസ്റ്റിന്റെ ഇൻകം പ്ലാനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് വരുന്നത് വെച്ചാൽ നമ്മുടെ ഇത് എല്ലാവരും പ്ലാനിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഇത് ആദ്യം നമ്മൾ ഇതിൽ 2 തരത്തിലുള്ള ആൾക്കാർ വരിക. നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആളെ കുറച്ച് പേര് കസ്റ്റമറായിട്ട് വരും. കുറച്ച് പേര് കസ്റ്റമറായി നിന്നുകൊണ്ട് അതിനെ പഠിച്ചിട്ട് ബിസിനസ് ആയിട്ട് ചെയ്യും. ഞാൻ ആദ്യം കസ്റ്റമറായി വന്നു, ബിസിനസ് ആയിട്ട് ചെയ്തു. എൻ്റെ ആദ്യം വരുമ്പോൾ തന്നെ ലക്ഷ്യം ബിസിനസ് ചെയ്യാവുന്നതാണ്. കസ്റ്റമറായി വന്നിട്ടാണ് ചെയ്തത്. ഈ കൺസ്യൂമർ ആകുമ്പോൾ നമുക്ക് ലാഭം എന്താണെന്ന് വെച്ചാൽ MRP 10 to 20% ഓഫ്, 10 മുതൽ 20% വരെ നമുക്ക് പിന്നെ കുറഞ്ഞ റേറ്റിലാണ് കിട്ടുക. ഓക്കെ, അതിനോട് ഗുണം എന്താ? നമ്മൾക്ക് പിന്നെ പ്രൊഡക്റ്റ് കുറഞ്ഞ വിലക്ക് കിട്ടുന്നുണ്ട്. ചിലവര് നമ്മുടെ ഇത് 2 തരത്തിൽ ഇൻകം ആണുള്ളത്. ഒന്ന് ആക്റ്റീവ് ഇൻകം, മറ്റൊന്ന് പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന പറയാറുണ്ടല്ലോ അല്ലെ? ജോലിക്ക് പോകുമ്പോൾ ജോലിക്ക് പോയിട്ട് ശമ്പളം കിട്ടും, അത് ആക്റ്റീവാണ്. പിന്നെ നമ്മുടെ മാസത്തേക്ക് ശമ്പളം വരുന്നത് അതും ആക്റ്റീവാണ്, പണിക്ക് പോലും കിട്ടൂല. അത് ആക്റ്റീവ് ഇൻകം. പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് ബിൽഡിംഗ് കെട്ടിയിട്ടു, അതിൽ നിന്നൊക്കെ വാടക വരുന്നുണ്ട്. അതായത് ഞാൻ പണിക്ക് പോയ വീട്ടിൽ കിടന്നുറങ്ങിയാലും എനിക്ക് വാടക വരും അല്ലേ? അത് പാസീവ് ഇൻകം. നമ്മളില്ലെങ്കിൽ വരുമാനം വരും, നമ്മളില്ലെങ്കിൽ കുടുംബത്തിലേക്കും വരും ആ വരുമാനം അല്ലെ? ശരിയല്ലേ? അതാണ് പാസീവ് ഇൻകം. നമ്മൾ ആക്റ്റീവായി വരുമ്പോൾ വരുന്നത് ആക്റ്റീവ് ഇൻകം, നമ്മൾ ആക്റ്റീവ് ഇല്ലെങ്കിൽ പോലും വരുന്ന പാസീവ് ഇൻകം. അതായത് നമ്മുടെ ഈ ബിസിനസ്സിൽ നമുക്ക് ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം 2 തരത്തിൽ ഇൻകം എടുക്കാൻ പറ്റും. ആക്റ്റീവ് ഇൻകം വേണമെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ സെല്ല് ചെയ്തിട്ട് ആക്റ്റീവ് ഉണ്ടാക്കാം. അതായത് 10 മുതൽ 20% വരെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? സെല്ല് ചെയ്യുന്നവർക്ക് നിർബന്ധമില്ല, അങ്ങനെ മുമ്പ് പറയുന്നില്ല. പിന്നെ ഞാൻ സെല്ല് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് സെല്ല് ചെയ്യാൻ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ്വർക്ക് ക്രിയേഷൻ. ഞാനിപ്പോ എക്സാമ്പിൾ സീന മാഡത്തിനെ അവിടെ ഇൻവൈറ്റ് ചെയ്യുന്നു. സീന മാഡം എന്ത് ചെയ്തു? ഈ കൺസ്യൂമർ ആയതുകൊണ്ട് വലിയൊരു നെറ്റ്വർക്ക്, കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്തു, വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി. ആ ബിസിനസ് ഒക്കെ എന്റെയാണ്. ചിലപ്പോൾ ഞാൻ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല,
സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പോലും ഈ സീന മാഡം അവിടെ ചെയ്യും. ഇപ്പൊ വിനീത മാഡം വേറൊരാളായിരിക്കാം, അവര് ആ ബിസിനസ് അവിടെ ചെയ്യും. അതൊക്കെ എന്റെ ബിസിനസ് അല്ലേ. ഞാൻ 2-3 വർഷം മാറി നിന്നാലും 4-5 വർഷം മാറി നിൽക്കുമ്പോഴും ഇവരൊക്കെ ചെയ്തുകൊണ്ടുണ്ടാവും. എന്റെ ബിസിനസ്സാണ്. ഇതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ വിനീത മാഡം കുറെ പിന്നെ 2-3 ആൾക്കാരോട് ഷെയർ ചെയ്തിട്ട് ഇത് പിന്നെ 3 ആളിലൂടെ 1000-2000 ആൾക്കാരോട്ട് വരും. നിങ്ങൾക്ക് പോലും അറിയില്ല ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. 2-3 വർഷം കഴിയുമ്പോൾ 4-5 വർഷം കഴിയുമ്പോൾ അതിനെയാണ് ആക്റ്റീവ് ഇൻകം. പിന്നെ നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും വരുമാനം വരും എല്ലാവർക്കും. മനസ്സിലായി? എനിക്ക് വരുമാനം വന്നുകൊണ്ടേയിരിക്കും. അതാണ് പാസീവ് ഇൻകം. ഇത് മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആണോ? രണ്ട് തരത്തിൽ ഇൻകം, നമുക്ക് 2 തരത്തിൽ ഇൻകം കിട്ടുമെന്ന് കേട്ടോ. നമുക്ക് ഞാനൊരു 18 ദിവസം മുമ്പ് ജോയിൻ ചെയ്ത ഒരാളെ എന്നോട് പറഞ്ഞു, എനിക്ക് പിന്നെ എല്ലാ മാസം 10-ാം തീയതിയാണ് ഈ വരുമാനം വരുന്നത്. ഇത് 10-ാം തീയതിക്ക് മുമ്പേ അവരോട് എനിക്ക് പിന്നെ 3500 രൂപ വരുമാനം വന്നു എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയെന്ന് വെച്ചു, അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ 10 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അവർ ഫ്രണ്ട് സർക്കിളും ബന്ധുക്കളൊക്കെ ആയിട്ട് 10-12 കസ്റ്റമർ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ കസ്റ്റമർ എന്ത് ചെയ്യും, സാധനങ്ങൾ തീരുമ്പോൾ അവർ വിളിക്കും. അങ്ങനെ കൊടുത്തിട്ട് കുറച്ച് അവർക്ക് സെല്ല് ചെയ്തിട്ട് പ്രോഫിറ്റ് ആയിരുന്നു. വീട്ടിൽ നടക്കൂല, കൊണ്ട് നടക്കൊന്നുമില്ല. അടുത്തുള്ള ഫ്രണ്ടിനെ വിളിച്ചിട്ട് കുറച്ച് ഫ്രണ്ട്സും അവരൊക്കെ ആയിട്ടുള്ള പെർമനന്റ് കസ്റ്റമർ അവരെപ്പോഴും വാങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അവർ ആക്റ്റീവ് ഇൻകം ഉണ്ടാക്കുന്നത്. അതുകൂടാതെ അവർക്ക് കുറച്ച് നെറ്റ്വർക്കും ക്രിയേറ്റ് ഉണ്ടാക്കി ആക്റ്റീവ് ഇൻകം പാസീവ് ഉണ്ടാക്കി. 10-20% ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് റീപർച്ചേസ് ഓഫ് അപ് ടു 10%. അതായത് നമുക്ക് ഇത് കസ്റ്റമറായി നിൽക്കുമ്പോൾ കേട്ടോ, കസ്റ്റമറായി നിൽക്കുമ്പോഴും പിന്നെ നിന്നുകൊണ്ടാണ് ബിസിനസ്സിലോട്ട് പോകേണ്ടത്. ഓക്കെ, അപ് ടു 10% വരെ നമുക്ക് റീപർച്ചേസ് ഓഫർ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് 10% റീപർച്ചേസ് ഓഫർ വെച്ചാൽ നമ്മുടെ ഓരോ പർച്ചേസിനും നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ ഇപ്പോൾ കുറച്ച് സാധനം ഒരാൾക്കല്ലേ ചിലപ്പോൾ 2 സോപ്പ്, 2 പേസ്റ്റ്, അല്ലെങ്കിൽ 2 ഫേസ് ക്രീം, അങ്ങനെയൊക്കെ കിട്ടുന്നില്ല ഫ്രീ പ്രൊഡക്റ്റ്. അത് നമുക്ക് വേറെ എവിടെയും കിട്ടത്തില്ല, ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. നമ്മുടെ പിന്നെ വെസ്റ്റേജിൽ നമ്മൾ ഷോപ്പിൽ പോയാലും കിട്ടത്തില്ല. പിന്നെ അതുപോലെ ക്യാഷ് ബാക്ക് 5-16%. എല്ലാ മാസം 10-ാം തീയതി നമ്മുടെ വാങ്ങിയ പ്രൊഡക്റ്റിന്റെ ഒരു പെർസെൻറ്റേജ്, നമ്മുടെ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ ഇതിൽ 5% ആണ് കേട്ടോ. പിന്നെ 8%, 12%, 16%. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് നമ്മൾ ഏത് പെർസെൻറ്റേജ് ഇരിക്കുന്നത് അത്ര പെർസെൻറ്റേജ് നമുക്ക് വാങ്ങിയ സാധനത്തിന്റെ കിട്ടും. അത് കൂടാതെ നമ്മൾക്ക് പിന്നെ നമ്മുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങുന്നത് കൂടി നമുക്ക് കിട്ടും. അതിന്റെ പ്രോഫിറ്റ് 10% നമുക്ക് കിട്ടും. ചിലപ്പോൾ ഞാനിത് 3-4 പേരുടെ ഇൻവൈറ്റ് ചെയ്തിരിക്കും ബിസിനസ്. 4 പേര്, 4 പേരിലൂടെ ഇന്നത്തേക്ക് 5200 കൂടുതൽ, ഞാൻ എപ്പോഴും പറഞ്ഞു 5200 സംതിങ് ആൾക്കാർ കയറിയിട്ടുണ്ട് ബിസിനസ്സിലോട്ട്. എനിക്ക് 5-10 കുറച്ച് ആൾക്കാരെ അറിയുള്ളൂ. എവിടേക്കോ ബിസിനസ് മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതുപോലെ ആവും, എനിക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് അതുപോലെ ഉണ്ട്. അതുപോലെ മണി ബാക്ക് ഗ്യാരണ്ടി 100%. നമ്മൾ അറിയാലോ 100% നമുക്ക് പിന്നെ എന്താ പറയാ, ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് GST കഴിച്ചിട്ടുള്ള കാശ് നമുക്ക് കമ്പനി തരും. അതിലൊരു യാതൊരു ഡൗട്ടുമില്ല. ഓക്കെ, പിന്നെ കൺസിസ്റ്റൻസി ഓഫർ 2800-3200 ഇടയിൽ നമ്മൾ 4 മാസം, ഉദാഹരണത്തിന് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസം വാങ്ങി. മെയ്യിൽ നമുക്ക് 2515 രൂപയുടെ പ്രൊഡക്റ്റ് വൗച്ചർ കിട്ടും. ആ പ്രൊഡക്റ്റ് വൗച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാം. ഈ പേജിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടിൽ ക്ലിയർ എന്ന് അടിക്കാവോ ഈ പേജിൽ. അതായത് നമുക്ക് 50% പ്രോഫിറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. ക്ലിയർ ആണ്, ക്ലിയർ എന്ന് എഴുതാവോ, ടൈപ്പ് ചെയ്യാവോ? ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ അൺമ്യൂട്ട് ചെയ്തിട്ട്. കാരണം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഇത് ബേസിക് ആണ്, ഇത് അറിയണം എല്ലാവരും. നമ്മൾ ഈ പ്രോഡക്റ്റ് എങ്ങനെയാ വാങ്ങുന്നത്? നമ്മളിപ്പോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത സ്റ്റേജ് വരെ ചെയ്തിട്ടുള്ളൂ. പ്രോഡക്റ്റ് എങ്ങനെയാ വാങ്ങണ്ടേന്നൊന്നും, ഞങ്ങളൊക്കെ പുതിയ ആൾക്കാരാണ്, ഞങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും കൂടുതൽ അറിയാൻ പറ്റിയിട്ടില്ല. പ്ലാൻ പ്രസന്റേഷൻ കേട്ടായിരുന്നോ മാഡം? പ്രസന്റേഷൻ എന്തോ പ്ലാൻ പ്രസന്റേഷൻ കേട്ടായിരുന്നോ? പ്ലാൻ പെർസെന്റേജ് ഇതാണോ ഇപ്പൊ പറഞ്ഞാണോ? അല്ലല്ല, ഇതുപോലത്തെ ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഒരു ക്ലാസ് മാത്രം, ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് വെസ്റ്റീജിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ലിബി മാഡം, ഞാനത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കാര്യങ്ങൾ ഞാൻ പേഴ്സണലി പറഞ്ഞുതരാം. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ഇൻകം പ്ലാൻ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ അത് പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡൗട്ട് ചോദിച്ചോളൂ. ഇത് ഡൗട്ട് ചോദിച്ചോളൂ. ലിബി മാഡത്തിന് പിന്നെ 100% ക്ലിയർ ആയാലും കുഴപ്പമില്ല, ഞാൻ വീണ്ടും പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ ഡൗട്ട് വന്നുകൊണ്ടേ ഇരിക്കുവേ. കാരണം ഈ വർക്ക് ചെയ്യുമ്പോൾ ഇതിനെ കുറച്ച് ഡൗട്ട് തരും, ചോദിച്ചുകൊണ്ടേ ഇരിക്കാം കേട്ടോ, കുഴപ്പമില്ല. അശ്വിനോട് ഡയറക്റ്റ് ചോദിച്ചാൽ മതി, ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോ ക്ലാരിറ്റി ഒന്നും കിട്ടാണ്ട് ആർക്കെങ്കിലും ക്ലിയറിന് അടിക്കും, അല്ലെങ്കിൽ പിന്നെ ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സീന്ന് അടിച്ചാൽ മതി. ദിലീപേട്ടൻ ഉണ്ട്, പിന്നെ ലിബി മാഡം ഉണ്ട്,
ബാക്കി ആരോട് ഇല്ലേ? പറയൂ, ഇത് ക്ലിയർ അല്ലേ? സിമ്പിൾ ആണിത്. കൺസ്യൂമറായി നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഞാൻ ഒരാളെ കൺസ്യൂമറായി നിന്നു, അപ്പൊ ഈ ഇത്രയാണ് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ഓക്കെ, ഇവർ വിചാരിക്കണേ എനിക്ക് ബിസിനസ് ആയിട്ട് എടുത്താൽ ഇത്രയും അധികം എനിക്ക് പിന്നെ ലാഭം ഇവിടെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വലിയ ബിസിനസ് ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, വലിയ കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ? അപ്പൊ അതിലോട്ട് എങ്ങനെ പോവാം? ഇതുവരെയാണ് നമ്മൾ പ്ലാനിൽ പറയുന്നത്. ഇതിന് ശേഷം പറയണില്ല. ഇതിൽ 9 തരത്തിൽ ഇൻകം നമുക്ക് കിട്ടും. സേവിങ് ഓൺ കൺസപ്ഷൻ 10 മുതൽ 20% വരെ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിരുന്നല്ലോ. പിന്നെ പെർഫോമൻസ് ബോണസ് 5 മുതൽ 16% വരെ പെർഫോമൻസ് ബോണസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് പിന്നെ ഞാൻ വ്യക്തമായിട്ട് 1 by 1 ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഡയറക്ടർ ബോണസ് 15% വരെ വരുന്നുണ്ട്. ടീം ബിൽഡിംഗ് ബോണസ് ആയിട്ട് 3% വരുന്നുണ്ട്. ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് ആയിട്ട് 18% കിട്ടുന്നത്. ട്രാവൽ ഫണ്ട് 3% കിട്ടുന്നുണ്ട്. കാർ ഫണ്ട് 5% കിട്ടുന്നുണ്ട്. സോ ഞാനും അശ്വിയും പിന്നെ കാർ ഫണ്ട് വരെ റീച്ച് ആയിട്ടുണ്ട്. പിന്നെ ഹൗസ് ഫണ്ടും ലാസ്റ്റിൽ എലക്ട്രിക് ബോണസ് അത് രണ്ട് നമുക്ക് എത്താനുണ്ട്. അത്ര മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നേടിയെടുക്കാൻ പറ്റും. ഞാനൊരു 1 by 1 പറയാം കേട്ടോ. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ആരെങ്കിലും എടുത്തു വെച്ചോ, കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പെർഫോമൻസ് ബോണസ് നമുക്ക് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പെർഫോമൻസ് ബോണസ് എങ്ങനെ കിട്ടുക? അതായത് നമ്മുടെ ഫസ്റ്റ് ഇപ്പോൾ ലിബി മേഡത്തിന് ഓക്കെ, ലിബി മേഡം ജോയിൻ ആയിട്ട് പിന്നെ ഇത് എമൗണ്ട് ഒക്കെ കാണുമ്പോൾ പേടിക്കണ്ട കേട്ടോ. ലിബി മേഡം ജോയിൻ ആയിട്ട് ഇപ്പോൾ ഉള്ളത് 5% നിങ്ങൾ പ്രോഫിറ്റ് അവർ എന്ന് പറയുന്നത്. 5% പ്രോഫിറ്റ് ആണ് കിട്ടുക. അതായത് നിങ്ങളുടെ വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെയും അതുപോലെ നിങ്ങളുടെ കൂടെ താഴെ നടക്കുന്ന ബിസിനസ് അതിന് 5% നിങ്ങൾക്ക് കിട്ടുക. മനസ്സിലായില്ലേ? അതായത് പിന്നെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകണമെങ്കിൽ 8% ആയിട്ടാണ് പോകേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് ജോയിൻ ആയിട്ട് ഒരു 30 ഡേയ്സിനകത്ത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി ഉപയോഗിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ കട്ടായി പോകും. ചിലപ്പോൾ നിങ്ങൾ കൂടെ താഴെ വന്നിട്ട് കുറേ ജോയിൻ ആയിട്ടുണ്ടാവും ആൾക്കാർ. അവരുടെ ഐഡിയ ഒന്നും കട്ടാകത്തില്ല. ആരാണ് പർച്ചേസ് ചെയ്യാത്ത വിത്തിൻ 30 ഡേയ്സിൽ ഒരു പർച്ചേസ് പോലും ചെയ്യാത്ത അവരുടെ ഐഡിയ കട്ടായി പോകും. ഇത്ര പൈസക്ക് പർച്ചേസ് ചെയ്യണമെന്നൊന്നുമില്ല. ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. ഒരു സോപ്പ് ആയിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ, എത്ര പൈസ സാധനം ആയിക്കോട്ടെ, ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് ടൈം ഐഡിയ കട്ടാകത്തില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അത് എങ്ങനെയാണ് 8% എത്തുന്നത്? നമ്മുടെ ഓരോ സാധനം വാങ്ങുമ്പോൾ പിന്നെ ഓരോ PV ഉണ്ട്, മനസ്സിലായില്ലേ? 600 PV ആകുമ്പോൾ നമുക്ക് 8% എത്തും. അതായത് ഒരു PV എന്ന് പറയുന്നത് ഏകദേശം 30-33 ഇടയിലുള്ള റുപ്പീസാണ്. ഈ 600 PV നമ്മൾ ഒറ്റക്കല്ല വാങ്ങുന്നത്. ഇപ്പൊ ഞാനിപ്പോ ലിബി മേഡം ജോയിൻ ആയിട്ടുണ്ട്. ലിബി മേഡത്തിന്റെ പിന്നെ എന്ത് ചെയ്തു? ലിബി മേഡം കുറച്ച് സാധനങ്ങൾ വാങ്ങി. ചിലപ്പോൾ കുറച്ച് PV ആയിട്ടുള്ളൂ, കുഴപ്പമില്ല. അടുത്ത മാസം വാങ്ങി, പിറ്റേ മാസം. അപ്പൊ പിറ്റേ മാസം ചിലപ്പോൾ 2ാമത്തെ മാസം വാങ്ങുമ്പോഴായിരിക്കും കുറച്ച് പേര് റിസൾട്ട് കണ്ടിട്ട് എനിക്കും വേണമെന്ന് പറഞ്ഞു. ചിലവർ ഐഡിയ എടുത്ത് വാങ്ങും, ചിലവർ നിങ്ങൾ ഐഡിയ തന്നെ വാങ്ങി തന്നാൽ മതി. ഈ ഐഡിയ എടുത്ത് ഇവരൊക്കെ സാധനങ്ങൾ വാങ്ങൂലേ, ആ PV ഒക്കെ നിങ്ങൾ PV ആയിട്ട് വരും. 2-3 മാസം ഒരു 4-5 മാസം ആയാലും കുഴപ്പമില്ല. കൂടി 600 PV ആകുമ്പോൾ 8% പ്രോഫിറ്റ് 8%. മനസ്സിലായില്ലേ? ഈ 8% ഫാസ്റ്റ് ആയിട്ട് നമുക്ക് 8% ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോ മാസങ്ങളോ വർഷങ്ങളോ എടുക്കാം, കുഴപ്പമില്ല. ചിലപ്പോൾ മാസങ്ങൾ 1-2-3 മാസം 3 മാസം ഒക്കെ ആയിട്ട് അക്യുമുലേറ്റ് ആവാം, കൂടി വരുന്നത്. അങ്ങനെ 600 PV ആയി കഴിഞ്ഞാൽ 8%. വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മാസം സിംഗിൾ മന്തിൽ നിങ്ങൾ 300 PV കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് 8% ആയി. അതായത് ഇപ്പോ ലിബി മേഡം ഉദാഹരണം വിചാരിച്ചോ, ജനുവരിയിൽ ജോയിൻ ആയി. ജനുവരിയിൽ ചിലപ്പോൾ 50 PV ചെയ്തു. ഫെബ്രുവരിയിൽ 50 PV 100 PV ആയിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ മാർച്ചിൽ ഒരു പിന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണെങ്കിൽ എനിക്ക് 8% ആവേ പറ്റും. ഫാസ്റ്റ് ആയിട്ട് 8% ആവണം. എന്താ ചെയ്യേണ്ടത്? ഈ കഴിഞ്ഞ 100 PV കൂട്ടാതെ നിങ്ങൾക്ക് 300 PV പുതുതായിട്ട് നിങ്ങൾ മാർച്ചിൽ കൊണ്ടുവരികയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് 8% ആയി. മനസ്സിലായില്ലേ? 300 PV സിംഗിൾ മന്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് വാങ്ങണമെന്നില്ല. ഇപ്പൊ നിങ്ങളിപ്പോ 100 PV വാങ്ങി, നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത ഒരാളൊരു പിന്നെ 50-100 ആയിട്ട് ആ മാസം ടോട്ടൽ ടീമിലെ വോളിയം, നിങ്ങളുടെ ടീമിലെ വോളിയം 300 PV ആണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് 8% ആയി. മനസ്സിലായിട്ടുണ്ട് ഇത് കാര്യം? ഈ ഫാസ്റ്റ് ആയിട്ട് 8% ആവുന്നത് എങ്ങനെയാണ് ഒന്ന് പറയാവോ? ഫാസ്റ്റ് ആയിട്ട് 8% ആവുന്നത് ആർക്കും ഒന്ന് പറയാവോ? ഫാസ്റ്റ് ആയിട്ട് 8% ആവുന്നതാണ് എങ്ങനെയാന്നുള്ളത് ദിലീപേട്ടാ, ആരെങ്കിലും ഒന്ന് പറയാവോ? സിംഗിൾ മന്തില് 300 PV ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് 8%. ഓക്കെ, മനസ്സിലായില്ലേ? സിംഗിൾ മന്ത് എന്ന് പറഞ്ഞേ ദിലീപ് സാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ മന്ത് ജോയിൻ ചെയ്ത മാസം എന്നല്ല കേട്ടോ, ഏതെങ്കിലും ഒരു മാസം നിങ്ങളുടെ ടീമായിട്ട് 300 PV വേണമെന്നാൽ മതി. 600 PV ആവശ്യമില്ല. 8%. ഓക്കെ, നെക്സ്റ്റ് അങ്ങനെ വന്ന് 2400 PV ആകുമ്പോഴേക്കും ഒറ്റ മാസം ഒന്നുമല്ല,
നമ്മൾ കൂടി എല്ലാ മാസവും കൂട്ടി വരുന്നതാണ്. 2300 12% ആവും. ഇതൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ആവും കേട്ടോ. ഇത് പി വി ഒക്കെ കാണുമ്പോൾ വലുതായിട്ട് തോന്നും, ഫാസ്റ്റ് ആയിട്ട് ആവും. ടീമൊക്കെ പിന്നെ എല്ലാ ടീമിന്റെ വർക്കാണ് അത്. അത് കഴിഞ്ഞ് 5500 പോയിന്റ് ആകുമ്പോഴേക്കും നമ്മൾ 16% ആയിരിക്കും. പിന്നീട് 8% ഫാസ്റ്റ് ആയിട്ട് 8% ആകുമ്പോൾ ഒരു ഓഫർ ഉണ്ട്. കമ്പനി 450 രൂപ പ്രൊഡക്റ്റ് വൗച്ചർ കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ടില്ലേ. അങ്ങനത്തെ ഒരു ഓഫർ, സോറി 450 രൂപ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 500 രൂപയുടെ പ്രൊഡക്റ്റ് വൗച്ചറും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പ്രൊഡക്റ്റ് വൗച്ചറും ഇതും രണ്ടും പിന്നെ 500 700 രൂപയുടെ പ്രൊഡക്റ്റ് വൗച്ചറും കൂടി നമുക്ക് കൊടുക്കുന്നുണ്ട് കമ്പനി. അപ്പൊ അത് പിന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള ഗുണമാണ്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ 5500 പോയിന്റ് ആകുമ്പോഴേക്കും നമ്മൾ 16% എത്തുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ടോപ്പ് പെർസെന്റേജ് ആണ് 16% എന്ന് പറയുന്നത്. 5500 പോയിന്റ് എങ്ങനെയാവുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ചിലവർ 6 മാസം എടുക്കും, ചില 1 വർഷം എടുക്കും, ചില 2 വർഷം എടുത്തവരുണ്ട്, 2.5 വർഷം 3 വർഷം കൊണ്ട് ഇത് എത്ര പോയിന്റ് ആവുന്നവരുണ്ട് കൂടിയിട്ട്. ഞാനൊക്കെ 1.5 മാസം കൊണ്ടായിട്ടുണ്ട്. 1.5 മാസം കൊണ്ട് ബ്രോൺസ് റൈറ്റർ എന്നല്ല, 1.5-2 മാസത്തിനകത്ത് ബ്രോൺസ് റൈറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫാസ്റ്റ് ആയിട്ട് ബ്രോൺസ് ആവാൻ അവസരമുണ്ട്. ഇതായത് നമ്മുടെ സിംഗിൾ മന്തിൽ നേരത്തെ പറഞ്ഞ പോലെ ജനുവരി ജോയിൻ ചെയ്തു, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ അതൊന്നും കൂട്ടാതെ ഏതെങ്കിലും ഒരു മാസം സിംഗിൾ മന്തിൽ നമ്മൾ 4500 പോയിന്റ് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ബ്രോൺസ് റൈറ്റർ ആവും. 1000 ബി കുറച്ച് കൊണ്ടുവന്നാൽ മതി. മനസ്സിലായില്ലേ? 5500 നമ്മൾ നോർമൽ ആവുമ്പോൾ, അല്ലെങ്കിൽ 4500 സിംഗിൾ മന്തിൽ വന്നാലും നമ്മുടെ ടീം ടോട്ടലായിട്ട് ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ എന്ന വ്യക്തി എന്റെ കൂടെ ഒരു 10-20 ജോയിൻ ആയിട്ട് എന്റെ 2 പേര് എന്റെ കൂടെ ജോയിൻ ആയിട്ടുണ്ട്. അതിന്റെ കൂടെ അവരൊക്കെ എല്ലാവരും കൂടെ ജോയിൻ ആയിട്ട് 50 ആളോ 100 ആളോ അല്ലെങ്കിൽ 10-20 ആളോ ആയിക്കോട്ടെ, എല്ലാവരും പി കൂടി 5500 ആകുമ്പോഴേക്കും, പിന്നെ അല്ലെങ്കിൽ സിംഗിൾ മന്തിൽ 4500 ആയാലും മതി, നമ്മുടെ ബ്രോൺസ് റൈറ്റർ ആണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് പെർസെന്റേജ് തന്നെ 16% എത്തിയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ഉണ്ടോ? ലിപി മാഡത്തിന് ചോദിക്കാട്ടോ, ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന മാത്രമേ നമ്മൾ പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞുള്ളൂ. ഐ ഡി ക്രിയേറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പ് നമ്പറും കാറ്റലോഗ് പിന്നെ അയച്ചുതരാന്നാ പറഞ്ഞേ കേട്ടോ. മാഡം ലിബി ചോദിക്കാട്ടോ നിങ്ങൾക്കും. ഓക്കെ, നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് കൂടുതൽ സംശയം വരുള്ളൂ. അപ്പൊ അത് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴേ ഇതിനകത്ത് സംശയങ്ങൾ നമുക്ക് വരുള്ളൂ. കറക്റ്റ്. അതെ. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴേ സംശയം വരുള്ളൂ. ഓക്കെ. അതെ. നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് കാണുമ്പോഴും പി വി എന്ന് കാണുമ്പോഴും പിന്നെ DP RP ഒക്കെ കാണുമ്പോൾ ഒരുപാട് ഡൗട്ട് വരും. അപ്പൊ ഓക്കെയാണ്. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ പിന്നെ 6 പേരാണ് നമ്മുടെ ഉദാഹരണത്തിന് ഇവിടെ ഫസ്റ്റ് നമ്മുടെ കോർ ടീം എന്ന് പറയുന്നത്. കോർ എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു 6 ആളെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ പിന്നെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യാന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ചിലപ്പോൾ 6 പേരെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ 2 ആളായിരിക്കും വർക്ക് ചെയ്യാട്ടോ, ഒരാളായിരിക്കും നമുക്ക് ആക്ടിവേറ്റ് വരിക. അത് കുഴപ്പമില്ല, നമ്മുടെ സ്പോൺസർ ചെയ്യാന്നുള്ളത്. ഞാൻ 10-20 ആൾക്കാരുടെ സ്പോൺസർ പിന്നെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ 2 ആളായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ 3 ആളായിരിക്കാം. ഓക്കെ. അത് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ നമ്മളിവിടെ വർക്ക് ചെയ്യുള്ളൂ. കുറെ കസ്റ്റമർ ആയിട്ട് വരും, കുറച്ച് പേര് അല്ലാതെ പിന്നെ ബിസിനസ് ആയിട്ട് എടുക്കും. ഇത് നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞു 5500 പോയിന്റ് വരുന്നില്ലേ, 5500 പോയിന്റ് ഇത് വരുന്നത് ഇത്ര ആൾക്കാരിലൂടെയാണ് വരുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതിന്റെ താഴെ ആൾക്കാർ വരുന്നുണ്ട്. എത്ര താഴെ വരുന്നവരും എല്ലാവരും കൂടി ബിസിനസ് സ്കൂളുമാണ് നമ്മുടെ പിന്നെ PV എന്ന് പറയുന്നത് കേട്ടോ, ഈ 5500 പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന്റെ ഫസ്റ്റ് ഇത്ര വരുമ്പോൾ, അതായത് സിംഗിൾ നമ്മുടെ ഈ മാസം 1000 വന്നു, പിറ്റേസം 1000, പിറ്റേസം 1000, 1000 കൂടി വന്നു. പക്ഷെ നമ്മൾ ബ്രോൺസ് റൈറ്റർ എന്ന ലെവൽ എത്തുമ്പോൾ ആ മാസം 2000 PV ഉണ്ടായിരിക്കണം. ടോട്ടൽ 5500 ആയി. എത്താണ് ബ്രോൺസ് റൈറ്റർ ആവുന്നത് അന്ന് നമുക്ക് 5500 പോയിന്റ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു മാസം നമ്മുടെ പിന്നെ ആപ്ലിക്കേഷനിൽ ടീമിൽ മൊത്തത്തിലായിട്ട് 2000 PV ആകുമ്പോൾ 5500 PV ആയിട്ടുണ്ടാവും കൂടിയിട്ട്. പക്ഷെ സിംഗിൾ മന്തിൽ 2000 ആവുകയാണെങ്കിൽ നമ്മൾ ബ്രോൺസ് റൈറ്റർ എന്ന ലെവലെത്തും. ഓക്കെ. ഇതിന്റെ ഫസ്റ്റ് പിൻ ലെവലാണ് ബ്രോൺസ് റൈറ്റർ. ഓക്കെ. ക്ലിയർ ആണത്? ബ്രോൺസ് റൈറ്റർ എന്ന ലെവൽ നമ്മുടെ ഇതിലെ ബിസിനസ്സിലെ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ 8% ആവുന്നു, 12% ആവുന്നു, പിന്നെ അതുപോലെ തന്നെ 16% ആവുന്നു. അത് തന്നെയാണ് ബ്രോൺസ് റൈറ്റർ എന്ന ലെവലെത്തുന്നത്. ഇതിന്റെ ഫസ്റ്റ് പിൻ ലെവലാണ്, മെയിൻ പിൻ ലെവലാണ് ബ്രോൺസ് റൈറ്റർ. ഇതിൽ ഏകദേശം ഡയറക്ടർ ബോണസ് ആയിട്ട് 15% നമുക്ക് ഡയറക്ടർ ബോണസ് മാത്രം കിട്ടുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ഇതിൽ നോക്കൂ, 9 ലെയർ വരെ നമുക്ക് ഈ വരുമാനം വരുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് കണ്ടോ, ഞാൻ ഒരാളുടെ വരുമാനത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്താണ് കേട്ടോ. പെർഫോമൻസ് ബോണസ് 479 നമുക്ക് കിട്ടുന്നുണ്ടാവും. മനസ്സിലല്ലേ?
ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട് ഡയറക്ടർ ബോണസ്, ഡയറക്ടർ ബോണസ്, പെർഫോമൻസ് ബോണസ് കിട്ടും, നമുക്ക് ഡയറക്ടർ ബോണസും കിട്ടും. നമുക്കിവിടെ ഏകദേശം 8,000-10,000 രൂപയ്ക്ക് 10,000-12,000 രൂപ വരെ വരുമാനം കിട്ടുന്ന ഒരു സ്റ്റേജാണ് ബ്രോൺസ് ഡയറക്ടർ എന്നുള്ള പിൻ ലെവൽ. നെക്സ്റ്റ് വരുന്നത് ട്രാവൽ ഫണ്ട്, അതായത് സെക്കൻഡ് പിൻ ലെവൽ എന്ന് പറയുന്നത് സിൽവർ ഡയറക്ടറാണ്. ഞാൻ ഏകദേശം 2-3 മാസത്തിനും കൊണ്ടായിരുന്നു സിൽവർ ഡയറക്ടർ എന്ന ലെവലെത്തിയത്. അതായത് ഞാനിപ്പോ ബ്രോൺസ് ഡയറക്ടർ ആയല്ലോ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൂടെ വന്ന ഒരാളെ, എൻ്റെ കൂടെ വന്നൊരു സോഫി ഡോക്ടർ ഉണ്ടായിരുന്നേ, അവരെ ബ്രോൺസ് ഡയറക്ടർ ആക്കി. അവർക്ക് 2,300 പോയിന്റ് വന്നു. അപ്പോഴെന്തായി, ഞാൻ സിൽവർ ഡയറക്ടർ എന്ന ലെവലെത്തി. അതിനെന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ മറ്റുള്ള, അപ്പോൾ എനിക്ക് സോഫി ഡോക്ടറെ കൂടാതെ എനിക്ക് മറ്റുള്ള ലെഗുകളുണ്ട്. ഓക്കെ, ബീമ മേഡം, പിന്നെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, പിന്നെ അക്ഷയ, അങ്ങനെ കുറെ ആൾക്കാർ, പിന്നെ സുനിൽ സാർ, അങ്ങനെ കുറെ ലെഗുകളുണ്ട്. അതിലൂടെ കൂടിയിട്ട് എനിക്ക് 1,900 പോയിന്റും വന്നു. ഓക്കെ, അങ്ങനെ ഞാൻ സിൽവർ ഡയറക്ടർ എന്ന ലെവലെത്തി. മനസ്സിലായില്ലേ? സിൽവർ ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ 2,000 പോയിന്റ് വരും. ഇത് ഒറ്റക്കല്ല കേട്ടോ, വലിയ ടീമായിട്ട് വരുന്നതാണ്. പിന്നെ അതുകൂടാതെ മറ്റുള്ള ഓർഗനൈസേഷൻ കൂടിയിട്ട് 1,801 PV ആയി കഴിഞ്ഞാൽ ഞാൻ സിൽവർ ഡയറക്ടർ എന്ന ലെവലെത്തി. അപ്പോൾ ട്രാവൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് അന്ന് മുതൽ ഏകദേശം 4 വർഷമായിട്ട് ഞങ്ങൾക്ക് ട്രാവൽ ഫണ്ട് എല്ലാ മാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ അക്കോമഡേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. എപ്പോഴാണ് എനിക്ക് ട്രാവൽ ടൂർ പോകണമെന്ന് തോന്നുന്നത്, കമ്പനി എല്ലാ വർഷം 2 പ്രാവശ്യം പോകുന്നുണ്ട്. എപ്പോഴാണ് പോകുന്നത്, ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിട്ട് നമുക്ക് പോകാവുന്നതാണ്. ഓരോ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ട്. ഇത് ഈസി മനസ്സിലായ ആൾക്ക് നമ്മൾ ബ്രോൺസ് ഡയറക്ടറായി, അത് കഴിഞ്ഞ് സിൽവർ ഡയറക്ടർ. സിൽവർ ഡയറക്ടറായി ഞാൻ ബ്രോൺസ് ഡയറക്ടർ ആയല്ലോ, അതുപോലെ തന്നെ നമ്മൾ കൂടെ വന്ന ആൾ ബ്രോൺസ് ഡയറക്ടർ ആക്കും, നമ്മൾ സിൽവർ ഡയറക്ടറായി. സിമ്പിളാണ്. അതായത് നമ്മളൊരു ടീമിലേക്ക് വരുമാനം എത്തിച്ചു കൊടുത്തു. ഇപ്പൊ സോഫി ഡോക്ടർ എന്ന ടീമായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ, അവർക്കൊരു വരുമാനം എത്തിച്ചു കൊടുത്തപ്പോഴേക്കും ഞാനും പിന്നെ സിൽവർ ഡയറക്ടർ എന്ന നെക്സ്റ്റ് ലെവലിൽ എത്തി. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ട് ചോദിക്കട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ട് കേട്ടോ. പഴയ ആൾക്കാരോട് ദിലീപേട്ടൻ, പിന്നെ ആർക്കുണ്ട് ചോദിക്കാൻ? ജിനു തോമസ്, സലീന, പ്രവീൺ പുതിയ ആളാ? ആർക്കും ഡൗട്ട് ഉണ്ട് ചോദിക്കാട്ടോ. സിൽവർ ഡയറക്ടർ എന്ന ലെവൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലൂടെ നമുക്ക് ടീം ബിൽഡിംഗ് ബോണസ് കിട്ടുന്നുണ്ടായിരിക്കും 3%. സിൽവർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഇൻകം ലെവലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ LOB എന്നുള്ള വലിയൊരു ഇൻകം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലീഡർഷിപ്പ് ഓർഡറിംഗ് ബോണസ്, അത് 18% LOB സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വലിയൊരു ഇൻകാണ്. അതായത് ഒരു ലെഗിൽ, ഏതെങ്കിലും ഒരു ടീമിൽ 5,500 പോയിന്റ്, 5,520 പോയിന്റ് വരുമ്പോൾ ഒരു LOB ആയി. ഒരു ലെഗ് തന്നെ 11,000, 12,000, 20,000, 25,000 ലെഗ് PV വരുന്നുണ്ട് നമുക്കിപ്പോൾ. അപ്പോൾ അവിടെ ഒരുപാട് മൾട്ടിപ്പിൾ LOB വരുന്നുണ്ട്. അതാണ് ഇൻകം എന്ന് പറയുന്നത്. ടൈം എടുക്കും, കുറച്ച് ടൈം എടുത്ത് ഇതൊക്കെ സെറ്റ് ആവും. അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. കാരണം നമ്മളിത് 1-2 ദിവസത്തെ ബിസിനസ് അല്ല, നമ്മൾ യാതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ സ്ട്രക്ചർ ആയിട്ട് ചെയ്യുന്ന ബിസിനസ് ആണ്. അപ്പോൾ LOB എന്നുള്ളത് അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പെർഫോമൻസ് ബോണസ്, ഡയറക്ടർ ബോണസ്, ലീഡർഷിപ്പിംഗ് ഓർഡറിംഗ് ബോണസ്, ഈ 3ാമത്തെ ലെവൽ കൂടി നമുക്ക് റീച്ച് ആവുന്നുണ്ട്. ഈ LOB കണ്ടോ, ഏറ്റവും വലിയ 479 പെർഫോമൻസ് ബോണസ് കണ്ടോ, 12,018 ഡയറക്ടർ ബോണസ്. LOB കണ്ടോ, 29,416. മനസ്സിലായി? വലിയൊരു എമൗണ്ട് ആണ് LOB എന്ന് പറയുന്നത്. ഓക്കെ, അത് എല്ലാവർക്കും റീച്ച് ചെയ്യാൻ പറ്റും. പിന്നെ കാർ ഫണ്ട്. ഓക്കെ, വെസ്റ്റിന്റെ ഇവിടെ പിന്നെ നമ്മുടെ കാർ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് 3 ഫാമിലി. ഓക്കെ, സ്റ്റാർ ഡയറക്ടർ ആകാൻ വേണ്ടി നമ്മൾ 3 ഫാമിലിനെ, 3 ആൾക്കാരെ ബ്രോൺസ് ഡയറക്ടർ ആകുമ്പോൾ നമ്മൾ സ്റ്റാർ ഡയറക്ടർ എന്ന ലെവലെത്തി. ഇതിൽ ഗോൾഡ് ഡയറക്ടർ എന്ന ലെവൽ ഉണ്ടായിരുന്നു. നമ്മൾ ഇതുപോലെ രണ്ട് ടീമിനെ, പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു ടീമിനെ നമ്മൾ ചെയ്തപ്പോൾ സിൽവർ ഡയറക്ടർ എത്തി. അത് 2 ടീമിനെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ നമ്മൾ ഗോൾഡ് ഡയറക്ടർ എന്ന ലെവലിൽ എത്തുന്നുണ്ട്. അതുകൂടാതെ 3 പേരെ നമ്മൾ സ്റ്റാർ ഡയറക്ടർ ആക്കും, നമ്മുടെ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ നമ്മൾ സ്റ്റാർ ഡയറക്ടർ എന്ന ലെവലിൽ എത്തുന്നുണ്ട്. അതായത് പിന്നെ ഇപ്പോൾ 3 നമ്മൾ അസോസിയേറ്റ് ചെയ്ത 3 ആള്, ഒരാൾക്ക് 2,100 PV വന്നു, രണ്ടാമത്തേക്ക് ടോട്ടലായിട്ട് 2,100, 3ാമത്തെ ആൾക്ക് 2,100 PV വന്നു. മനസ്സിലായില്ലേ? 2,100 PV 3 ടീമിലും വന്നിട്ടുണ്ട് ഒരു മാസത്തിൽ. അതുകൂടാതെ ഈ ബ്രോൺസ് ഡയറക്ടർ, പിന്നെ അതുകൂടാതെ മറ്റു ലെഗുകൾ കൂടിയിട്ട് 1,000 PV വന്നിട്ടുണ്ട്. നമ്മുടെ സെൽഫ് പോയിന്റും മറ്റു ലെഗ് കൂടി 1,000 PV വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സ്റ്റാർ ഡയറക്ടർ ലെവലെത്തി. കാർ ഫണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മളും കുറേ വർഷങ്ങളായിട്ട് കാർ ഫണ്ട് വാങ്ങുന്നുണ്ട്. കാറ് പിന്നെ നാട്ടിൽ പറ്റുമ്പോൾ ആ കാശ് വെച്ച് കാർ വാങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, കാർ ഫണ്ട് വാങ്ങാൻ വേണ്ടി നമുക്ക് കമ്പനി എത്രയാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി കൊടുക്കുക, ബാക്കി കമ്പനി അതിൽ
നമ്മുടെ അതിലോട്ട് EMI ആയിട്ട് അടച്ചു തരും കമ്പനി. ഓക്കെ, സ്റ്റോപ്പ് ആവത്തില്ല, നോൺ സ്റ്റോപ്പ് ആണ്. നമ്മുടെ ബിസിനസ് ചെയ്യുന്ന എത്രയാണ് നമ്മുടെ ബിസിനസ് ടേൺ ഓവർ വരുന്നത് അതിനനുസരിച്ച് ഇത് കൂടി വരും. ഓക്കെ, പുതിയ ആൾക്കാർക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, ഡൗട്ട് ചോദിച്ചോണ്ടിരിക്കുക കേട്ടോ. ഡയറക്റ്റ് ഇവിടെ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണായിട്ട് ചോദിക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ പെർഫോമൻസ് ബോണസ് കിട്ടുന്നു, ഡയറക്ടർ ബോണസ് കിട്ടുന്നു, LOB കിട്ടുന്നു, പിന്നെ ട്രാവൽ ഫണ്ട് കിട്ടുന്നു, കാർ ഫണ്ട് വരെ എത്തിയിട്ടുണ്ട് അല്ലേ. കാർ ഫണ്ട് പിന്നെ നല്ല എമൗണ്ട് ആണ്, 5,000 സംതിങ് വരുന്നുണ്ട് അല്ലേ, ഈ 50,000 ഇൻകം നേടുന്ന ഒരാൾക്ക്. അപ്പോ നെക്സ്റ്റ് വെസ്റ്റ് ഹൗസ് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആറ് ഓർഗനൈസേഷൻ, അതായത് നമ്മുടെ ടീമിൽ വന്ന 6 പേരെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ 6 പേർക്കും 2000 PV വെച്ച് വരുമ്പോൾ 2000 PV വെച്ച് വരുമ്പോൾ നമ്മൾ ക്രൗൺ ഡയറക്ടർ നിലവിലെത്തി. നമ്മുടെ ഹൗസ് ഫണ്ട്, വീട്ടിന്റെ ഫണ്ട് 3 മാസം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിന്റെ ഫണ്ടും കൂടി പിന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഇൻകം പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഹൗസ് ഫണ്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇവിടെ ഹൗസ് ഫണ്ട് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ഹൗസ് ഫണ്ട് എത്താത്ത ഒരാള് പിന്നെ ഇതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇവർക്ക് ഹൗസ് ഫണ്ട് ഇട്ടിട്ടില്ല. പിന്നെ സ്കീം ഫണ്ട് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് സ്കീം വരാറുണ്ട്, കമ്പനിയുടെ ഓഫർ സ്കീമുകൾ. ആ സ്കീം സെപ്പറേറ്റ് സ്കീം ഫണ്ടായിട്ട് അവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എലക്ട്രിക് ബോണസ്. ഇതില് നമ്മുടെ കമ്പനിയുടെ മൊത്തം ബിസിനസ് ഉണ്ടല്ലോ, എത്ര കോടി ബിസിനസ് നടക്കുന്നു ടോട്ടലായിട്ട്, ആര് ചെയ്ത ബിസിനസ്സും എല്ലാത്തിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് വരും. അതാണ് എലക്ട്രിക് ബോണസ് 2% എന്ന് പറയുന്നത്. അതായത് 6 ഓർഗനൈസേഷനെ നമ്മൾ 6 ഓർഗനൈസേഷൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ 8 പേരെ നമ്മുടെ സക്സസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 8 ഓർഗനൈസേഷനിൽ നമ്മുടെ ഇത് പിന്നെ 2000 PV വെച്ച് കൊണ്ടുവരുമ്പോൾ പ്ലസ് 3 ലെഗിൽ LOB ഉണ്ടായിരിക്കണം. LOB അറിയാലോ, 5,525 PV ആകുമ്പോൾ LOB ആണ്. 3 ഓർഗനൈസേഷൻ LOB ഉണ്ടായിരിക്കണം. അത് കൂടാതെ ടോട്ടൽ 6 ലെഗിൽ 2000 PV വെച്ചിട്ടുണ്ടായിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ബോണസും കിട്ടുന്നതായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ അതോടെ ഞാൻ ഒരു ചെറിയ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്, കണ്ടോ. ഒരു ഫസ്റ്റ് പറഞ്ഞ ഞാൻ ബോണസ് ഡയറക്ടർ ആവുന്ന ഒരു സിമ്പിൾ ആയിട്ട് ഇതേ കാര്യം ഫോളോ ചെയ്താൽ മതി. എന്താ ഒരു ജസ്റ്റ് സാധാരണ ഒരു ബോണസ് ഡയറക്ടർ ആയ പിന്നെ ലെവലായ ഒരാളെ ഇൻകം ആണ് 8,173. ഇതൊക്കെ ഫസ്റ്റ് മാസം തന്നെ നേടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ ചെയ്തത്? അവര് 1, 2, 3, 4, 5, 6 പേരെ സ്പോൺസർ ചെയ്തു. 6 പേരെ സ്പോൺസർ ചെയ്തു. ഓക്കെ, ചിലപ്പോൾ 1 മാസം കൊണ്ട് 2 മാസം 3 മാസം കൊണ്ട് ആവാം. ഇത് ഓക്കെ, എങ്ങനെ ആവാം, കുഴപ്പമില്ല. 6 പേരെ സ്പോൺസർ ചെയ്തപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? സെൽഫായിട്ട് ചിലപ്പോൾ 300 പോയിന്റിന്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർ 10 പേരെ പിന്നെ 3-4 പേരെ പിന്നെ അസോസിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ എന്തായി? 300 PV ടോട്ടൽ. ഇയാൾക്ക് 300 PV ടോട്ടൽ കിട്ടി. ഓക്കെ, ഈ 6 പേര് കൊണ്ടുവന്ന് വൈകുന്നുള്ള ആളാണ്. ഓക്കെ, പിന്നെ ഇവരൊരു 500 PV ഈ പിന്നെ ഓർഗനൈസേഷൻ 500 PV വന്നിട്ടുണ്ട്. ഇതെങ്ങനെ 500 PV വന്നേ? എന്നുള്ള ആൾക്ക് 500 PV മനസ്സിലായില്ലേ? അതായത് ഇവർ താഴെ വന്ന ആൾക്കാർ എല്ലാവരും കൂടി ഒരു 500 PV, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങിയാലും കുഴപ്പമില്ല, അവർ സ്വന്തമായിട്ട് വാങ്ങിയതാവാം. അങ്ങനെ 500 PV വന്നിട്ടുണ്ട്. പിന്നെ വേറൊരാളിൽ നിന്ന് 300 PV, പിന്നെ 600 PV ഒരാളിൽ നിന്ന്, പിന്നെ 500 PV, 300 PV. ഈ 6 ഓർഗനൈസേഷൻ, ഈ Y എന്ന ആൾക്ക് ABCDEF ഇങ്ങനെ 6 ആള് വന്നിട്ടുണ്ട്. 6 പേരാണ് ജോയിൻ ആയിരിക്കുന്നത്. ഓരോ ആളും ഇങ്ങനെ 300 PV 500 PV കൊണ്ടുവന്നു. അതായത് ഇത് സ്വന്തമായിട്ടല്ല. ഇവരെന്ത് ചെയ്യും? ഈ A എന്നുള്ള ആള് 5% ആയിരുന്നു ജോയിൻ ചെയ്തത്. ഇവരെന്ത് ചെയ്തു? 8% ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഫാസ്റ്റ് ആയിട്ട് 300 PV കൊണ്ടിട്ടുണ്ടാവാം. മീൻസ് ചിലപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ആവശ്യ സാധനം വാങ്ങിയിട്ടുണ്ടാവാം, ചിലപ്പോൾ സാധനങ്ങൾ. അല്ലെങ്കിൽ താഴെ 2-3 പേരോട് ബിസിനസ് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഷെയർ ചെയ്തിട്ട് അവരും കൂടി വാങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടി ആയിരിക്കും 300 വന്നിട്ടുണ്ടാവാം. ഓക്കെ, പിന്നെ അടുത്ത ആളും അതെ 8% ആവാൻ വേണ്ടിയിട്ട് പിന്നെ 300 PV വേണം. അതുകൂടാതെ കുറച്ച് 200 രൂപ എക്സ്ട്രാ വന്നു. അടുത്ത ആളും അതുപോലെ ചെയ്തു. പിന്നെ മൂന്നാമത്തെ ആൾ എന്ത് ചെയ്തു? കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തു. താഴെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് താഴെയുള്ളവരൊക്കെ കുറച്ച് വർക്ക് ചെയ്തപ്പോഴേക്കും അയാൾ 600 കുറച്ച് പോയിന്റ് കൂടുതൽ വന്നു. 12% ലെവൽ എത്തുകയും ചെയ്തു. മനസ്സിലായില്ലേ? അത് കുറച്ച് താഴെ പോയിന്റ് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ 6 പേരും ഇതായപ്പോൾ ഇവർ എന്താന്ന് വെച്ചാൽ 16% ഫാസ്റ്റ് ആയിട്ട് എത്തി. ഓക്കെ, അങ്ങനെ 2,500 ടോട്ടൽ പോയിന്റ് വന്നിട്ട് ഇവര് 8,173 ഇൻകം വാങ്ങിയിട്ടുണ്ട്. പെർഫോമൻസ് ബോണസ് വന്നിട്ടുണ്ട്, ഡയറക്ടർ ബോണസ് വന്നിട്ടുണ്ട്, ടീം ബിൽഡിംഗ് ബോണസ്. അതായത് നമുക്ക് സാധാരണ ബോണസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടീം ബിൽഡിംഗ് ബോണസ് കിട്ടത്തില്ല. ഈ 2 ബോണസ് മാത്രമേ കിട്ടത്തുള്ളൂ. ഈ മൂന്നാമത്തെ ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2000 PV എടുത്തുനിന്ന് 2,600 PV കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ടീം ബിൽഡിംഗ് ബോണസ് കൂടി കിട്ടും. മനസ്സിലായില്ലേ? ഈ 3,456, 2,162 ഈ 2 മാത്രമേ നോർമൽ ബോണസ് ആയിട്ട് കിട്ടുള്ളൂ. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് പോയിന്റ് കൂടുതൽ കൊണ്ടുവന്നപ്പോൾ 2,555 എക്സ്ട്രാ വന്നു. ടീം ബിൽഡിംഗ് ബോണസ് കൂടി കിട്ടി. ഓക്കെ, ബ്രോൺസ് ഡയറക്ടർ അയാൾക്ക് ഒരു 2,000 PV മതി ബ്രോൺസ് ഡയറക്ടർ ആവാൻ. 2,001 PV
അഥവാ 2600 കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്ക് നേരെ അത് നമ്മുടെ 8 മുതൽ 10 വരെ 8 to 10,000 വരെ നമ്മുടെ വരുമാനം ഇൻക്രീസ് ആവും. ഓക്കെ, 8-നും 10-നും ഇടയിലേക്ക് എത്തും വരുമാനം. അതുപോലെ തന്നെ സിൽവർ ഡയറക്ടർ ആയാലും അതെ, നമുക്ക് ടീം ബിൽഡിംഗ് ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എക്സ്ട്രാ ഫീ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ ടീം ബിൽഡിംഗ് ബോണസ് കിട്ടും. നോർമലിനേക്കാളും വളരെ ചേഞ്ചസ് വരും ഇവിടെ ഇൻകം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്ത് ഡൗട്ട് ഉണ്ടോ? ഇത് 1-2 വർഷം കേട്ടാൽ മനസ്സിലാവില്ല, ക്ലാരിറ്റി കിട്ടൂല, എനിക്കറിയാം. കേട്ടോ? ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാം, ഓൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സിമ്പിൾ ആയിട്ടാണ്. നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഇപ്പോൾ ജോയിൻ ആയിട്ടുള്ള ആൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇതിൽ അത്ര വലിയ ഡിഫിക്കൽട്ടിയുള്ള കാര്യമൊന്നുമല്ല, ഞാൻ പറയാം കറക്റ്റായിട്ട്. ഓക്കെ, ഇവിടെ ഇപ്പൊ പുതിയതായിട്ട് വന്നൊരു 5% ആളായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ വിനീത മേഡം പുതിയതായിട്ട് വന്നതാണ്. അവരിപ്പോ 5% ആയിരിക്കും. ഇവരെങ്ങനെയാണ് 8% എത്തുക? വിനീത മേഡം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുന്നു, കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. അതുപോലെ തന്നെ ഈ കുറച്ച് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് എന്റെ എക്സ്പീരിയൻസ് മറ്റുള്ള ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ചിലവര് കുറച്ചുപേര് ബിസിനസ് ആയിട്ട് നിൽക്കും, കുറച്ചുപേര് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ മാത്രമായി നിൽക്കും. ഓക്കെ, പിന്നെ അത് കൂടാതെ ചിലപ്പോ അടുത്തുള്ള ആൾക്കാരൊക്കെ പരിചയമുള്ള ആൾക്കാര് ഇവരെന്തോ ബിസിനസ് ചെയ്യുന്നുണ്ട്, അവർ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കാറ്. ചിലപ്പോൾ 5-10 ആൾക്കാർ കസ്റ്റമർ ആയിട്ട് വരും പെർമനന്റ് ആയിട്ട്. തീരുമ്പോ വീട്ടിൽ വന്ന് ചോദിക്കും, ഒരിക്കലും വാങ്ങി നടക്കരുത്, വൃത്തി നടക്കരുത്. അവർ ചോദിക്കും, നല്ല സോപ്പാണല്ലോ നിങ്ങൾ വാങ്ങിയത്, ഇല്ലെങ്കിൽ നല്ല പേസ്റ്റ് ആണല്ലോ, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ അത് തീരുമ്പോൾ ഫ്രീ കൊടുക്കരുത്, ബിസിനസ് ആണ്. അപ്പൊ പിന്നെ കാശ് വാങ്ങിയിട്ട് കൊടുക്കുക, നമ്മൾ സെല്ലിംഗ് പ്രൈസിന് കൊടുക്കുക. നമുക്ക് ലാഭം അവിടെ വേണം കേട്ടോ, ബന്ധുക്കളായാലും ആരായാലും ലാഭത്തിന് തന്നെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് കസ്റ്റമറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് പാസീവ് ഇൻകം കേട്ടോ. നമ്മുടെ പെട്ടെന്ന് ദിവസത്തെ ചെലവിനുള്ള പൈസ കിട്ടും. അപ്പോൾ അത് നമുക്ക് കുറച്ച് ആക്റ്റീവ് ആകാൻ തോന്നും. അങ്ങനെ അതിനെന്ത് ചെയ്യും, കുറച്ച് പേരും ഇവൾക്ക് എന്തോ വരുവാൻ നല്ല ലാഭം ഇതിലുണ്ട്. അപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ഇത് ലാഭം കിട്ടുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ നല്ല ലാഭം ഉണ്ട്. നമുക്ക് കാരണം വെച്ചാൽ ഞാൻ 4 മാസമായിട്ട് തുടർച്ചയായിട്ട് വാങ്ങുമ്പോൾ എനിക്ക് 5-ാമത്തെ മാസം 2,500 പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. ഓരോ മാസം വാങ്ങുമ്പോൾ എനിക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോ പിന്നെ ഞാൻ നിങ്ങൾക്ക് സാധനം തരുമ്പോഴും എനിക്ക് കുറച്ച് ഒന്നിച്ച് വാങ്ങുകയാണ്. അപ്പൊ എനിക്കും കിട്ടാറുണ്ട് അതൊക്കെ. ഞാൻ അപ്പൊ അതെനിക്ക് സെല് ചെയ്യുമ്പോൾ അതെന്റെ പൈസ കിട്ടാറുണ്ട് പറയാം. അപ്പൊ എന്നാ തന്നെ എനിക്ക് ചെയ്തുകൂടെ ചോദിക്കും. നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല, നിങ്ങളൊരു ഐഡിയ എടുത്തോളൂ എന്റെ കൂടെ. അപ്പൊ അവര് അടുത്ത അട്ടാളോട് പറയും, അവരും എടുക്കും. ഇവരൊക്കെ ചെയ്യുമ്പോൾ തരും കുറച്ച് സാധനങ്ങൾ ഇവരും കൂടെ വാങ്ങുമ്പോൾ 5% മല്ലേ നിങ്ങൾ 8% ജമ്പ് ആവും. മനസ്സിലായില്ലേ? അത് ചിലപ്പോൾ മല്ലേ ആണെങ്കിൽ 600 പോയിന്റ് ആകുമ്പോൾ നിങ്ങൾ പതിയായിട്ടാവും. അല്ല, ഒരു മാസം ഏതെങ്കിലും ഒരു മാസത്തിൽ 300 രൂപ കയറി വന്നാൽ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് 8% ആവും. അപ്പൊ അവിടെയും 700 രൂപയുടെ വൗച്ചർ വന്നു, 450 രൂപയുടെ ഞങ്ങളുടെ അക്കൗണ്ടിലും വന്നു, ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും. മനസ്സിലായില്ലേ? ഫാസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ 8% ആൾ എന്താ ചെയ്യുക? 8% ആളെ താഴെ കുറെ 5% ആൾക്കാർ ജോയിൻ ആയിട്ടുണ്ടാവും. അവരെ വീണ്ടും 8% എത്തുക. അപ്പൊ എന്താ, 8% ഒരു 12% പോകും. അപ്പൊ അങ്ങനെ നെക്സ്റ്റ് ലെവലിൽ എത്താൻ പറ്റും. പക്ഷെ നമ്മുടെ ഇതിൽ ഫുൾ ആക്റ്റീവായി നിൽക്കുക. എത്ര മാത്രം നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും അത്ര നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരിക്കലും ഇതില് പിന്നെ വേറെ കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിൽ പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ ഈ നടന്ന് സെല് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അത് വളരെ നെഗറ്റിവിറ്റിയാണ്. ഇപ്പൊ നിങ്ങളിപ്പോ എവിടെയെങ്കിലും നടന്ന് സെല് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ ബിസിനസ് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ തോന്നും ഞാനും ഇവരിവിടെ നടന്നു നിൽക്കേണ്ടി വരില്ലെന്ന് തോന്നും. അതുകൊണ്ട് അവർ ഒരിക്കലും ബിസിനസ് വരില്ല. നിങ്ങൾ ലോയൽ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. അതായത് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫ്രണ്ടിൽ ബ്യൂട്ടി പാർലർ ഉണ്ട്. അവര് പിന്നെ എന്താ പറയാ, കുറച്ച് സാധനങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ പരിചയത്തിലുള്ള ആളുണ്ടായിരുന്നു, വീട്ടിൽ വന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ഷെൽഫിൽ വെച്ചപ്പോൾ കണ്ടപ്പോൾ നമ്മൾ സാധനം ഉപയോഗിക്കുന്നത്, അപ്പൊ എനിക്കും കുറച്ച് വേണമല്ലോ, എനിക്കൊന്ന് ഉപയോഗിക്കാം. അങ്ങനെ വെച്ചാൽ അവർക്ക് കുറച്ച് ബ്യൂട്ടി പാർലർ 2 വെച്ച് നോക്കി, അവർ കസ്റ്റമർ വന്നു. പിന്നെ അവരിടയ്ക്ക് ചോദിക്കുമ്പോൾ കൊടുക്കും. അത് ഞാൻ കൊണ്ടു കൊടുക്കുന്നില്ല, ഇവിടെ വന്നിട്ട് എപ്പോഴും പറയും ഒന്ന് വേണമെന്ന് ചോദിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മുടെ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കും. അതാണ് ഇതിന്റെ ഇത്. ഓക്കെ, നമ്മുടെ ഇപ്പോ പ്രൊഡക്റ്റിന് പരസ്യം ഇല്ല എന്നൊരു പറഞ്ഞില്ലേ, നമ്മൾ തന്നെ പരസ്യം ചെയ്യുന്നതാണ് ഉപയോഗിച്ചിട്ട്. പിന്നെ നമ്മുടെ മാക്സിമം ഉപയോഗിക്കണം, പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം, നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്റ്റുകളും ഇതൊക്കെ ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ പ്രസൻസ് അറിയാൻ പറ്റും. നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളാണ്, ഇവർ നല്ല എക്സ്പീരിയൻസ് ആൾക്കാരാണ്, എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് തിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെ മാക്സിമം നമ്മുടെ കൂടെ വന്നവരെ മാക്സിമം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം കേട്ടോ. അതായത്
ഇപ്പൊ ഞാൻ എന്റെ കൂടെ ഇപ്പോൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ആളാണ് സീന മാഡം. സീന മാഡത്തോട് ചോദിച്ചു നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം അശ്വിനി മാഡം നമ്മുടെ ഞാനൊക്കെ ഇരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ എന്താണ് അവർ ചോദിച്ചു ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് വിഷയം എങ്ങനെയാണ് നിങ്ങൾ എന്താണ് വിഷയം അവർക്ക് വരും നമുക്ക് ഇത്ര വരും എത്ര സമയം കൊണ്ട് എനിക്ക് ഇത്ര വരുമാനമാണ് എനിക്ക് പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം ഇതൊക്കെ ചോദിച്ചപ്പോൾ അവർ ആഗ്രഹങ്ങൾ മനസ്സിലായി അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്തു. ഒരു രൂപ കയ്യിൽ നിന്നിട്ട് കാശ് കൊടുത്തിട്ടില്ല അവർക്ക് അവരോട് കാശ് വാങ്ങിയിട്ടില്ല അവരെന്നോട് കാശ് വാങ്ങിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവരോട് പഠിക്കുന്നു. ഇനി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതേപോലെ എന്നെക്കാളും സംസാരിക്കുന്ന വ്യക്തിയായിട്ടുണ്ടാവും വേറെ പ്ലാറ്റ്ഫോം അവർ വേറെ പ്ലാറ്റ്ഫോമിൽ ഒടുങ്ങി സംസാരിക്കുന്നുണ്ടാവും. ഇതുപോലെ നമ്മൾ ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ ഷംന ടീച്ചർ ഭീമ മാഡം അങ്ങനെ കുറെ ആൾക്കാർ എവിടെയൊക്കെയോ ഇതുപോലെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് പോലും അറിയില്ല എപ്പോഴും അവർ മീറ്റിംഗ് ടൈം ആണ് പോലും. പല ആൾക്കാരും നടക്കുന്നുണ്ട്. 12 മണിക്ക് നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ആവും കുറച്ച് കഴിയുമ്പോൾ കേട്ടോ. ഇത് ശരിക്കും നമ്മൾ ഒഫീഷ്യലായിട്ട് ചെയ്യുന്നത്. പിന്നെ മഴ കൊള്ളുന്നില്ല വെയിൽ കൊള്ളുന്നില്ല നമ്മൾ ഒരു വണ്ടിക്ക് കാശും കൊടുക്കുന്നില്ല. ഇതുപോലെ ജസ്റ്റ് സൂം ചെയ്ത് ചെയ്യാൻ പറ്റും. ഒരിക്കലും നിങ്ങൾ കോൺസെൻട്രേഷൻ വിടരുത് കേട്ടോ. ഒരുപാട് നെഗറ്റിവിറ്റി വരികയെ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഉയരുമ്പോൾ നിങ്ങളെ തളർത്താൻ നെഗറ്റിവിറ്റി വരും. 100% ഉറപ്പാണ്. ഇവിടെ നിന്നല്ല നിങ്ങൾ വലിയൊരു കമ്പനി തുടങ്ങിക്കോളൂ. നിങ്ങൾ വലിയൊരു പുതിയ കമ്പനി ജോയിൻ ചെയ്തോളൂ. ജോലിക്ക് ജോയിൻ ചെയ്തോളൂ. എവിടെ നിങ്ങൾ കുറച്ച് പെർഫോം ചെയ്താൽ തളർത്താൻ വരും. അത് പ്രകൃതി നിയമമാണത്. പക്ഷെ ആ തളർത്തുമ്പോൾ അവിടെ നിന്ന് ഉയരാൻ നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ പറ്റും കേട്ടോ. ഞാനത് പറയാൻ കാരണം എന്താ പറയുക ബിസിനസ്സിൽ മിക്ക ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് അവർ നല്ലൊരു പെർഫോം ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ടീമല്ല നമ്മുടെ ബിസിനസ് അല്ല ഈ ബിസിനസ്സാണ് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ എന്റെ കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് പെർഫോം ചെയ്യുമ്പോൾ എന്റെ മാനേജർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ബോസ് ഇപ്പൊ എന്നെ ആയിരിക്കും ഇന്ന് നോക്കുക. സുരേഷ് നല്ല വർക്ക് ചെയ്യണ്ടല്ലോ എന്ന് പറയുമ്പോൾ മാനേജർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ സീന മേഡം പിന്നെ നല്ല പെർഫോം ചെയ്താലും വിനീത മേഡം ഇപ്പൊ ലിബി മേഡം ആയിക്കോട്ടെ ജിനു തോമസ് കുറെ ദിലീപേട്ടൻ ആരായിക്കോട്ടെ സലീന മേഡം പിന്നെ ആരായാലും ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും. കാരണം നിങ്ങളൊക്കെ ഉയർന്നൊരു വരുമാനത്തിൽ എത്തിയാൽ മാത്രമേ നമ്മൾക്ക് പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിൽ സപ്പോർട്ട് നമ്മുടെ കയ്യിൽ നിന്നുണ്ടാവും. നമുക്ക് വരുമാനം എത്തിക്കാം. നമ്മളെ കൂടെ വന്ന ഒരാൾക്ക് വരുമാനം വാങ്ങിക്കൊടുത്താൽ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതിനുവേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ആരായാലും നമ്മുടെ രക്ഷിതായിരിക്കണം നമുക്കൊരു വരുമാനം വേണം. അതിനുവേണ്ടി നമ്മുടെ കൂടെ ഉള്ളവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വർക്ക് ചെയ്യണം. അതാണ് ബേസിക് തിങ്സ് എന്ന് പറഞ്ഞത്. സുഹറ മേഡം പിന്നെ സുറാബി മേഡം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മേഡം സുഹറാബി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഈ പ്രവീൺ പുതിയ ആളാണോ പ്രവീൺ? ഇല്ല സാർ ഡൗട്ട് ഒന്നുമില്ല. ഇല്ലല്ലേ? ഓക്കെ. നിങ്ങൾ പ്ലാൻ നെറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. ശരി. പ്ലാൻ പ്രസന്റേഷൻ കേട്ടായിരുന്നോ പ്രവീൺ ഭായി? ഇല്ല, ഞാൻ ഇപ്പൊ കേറിയുള്ളൂ. കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താ പ്രൊഡക്റ്റ് ഒന്നും മനസ്സിലായതുമില്ല. ആക്ച്വലി നമ്മൾ ഇൻകം പ്ലാൻ എടുത്തിരുന്നത്. സാറിന് ആരാ ഇൻവൈറ്റ് ചെയ്തേ? കാസർഗോഡുള്ള എന്താ മാഡത്തിന്റെ പേര്? അശ്വിനിയാണോ? തോന്നുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചായിരുന്നോ? അവര് ലിങ്ക് അയച്ചു തരാന്ന് പറഞ്ഞിട്ട് ലിങ്ക് അയച്ചു തരാ ചെയ്തിരുന്നത്. എന്നിട്ട് നോക്കാന്ന് പറഞ്ഞത്. അശ്വിനിയാണോ? അല്ല, സുഷ്മിത. സുഷ്മിതയാണോ? ജിനു തോമസ് ആണോ? സുഷ്മിതയാണോ? അവർ പേരൊന്ന് പറയാമോ? പറഞ്ഞു. സുഷ്മിത. ഞാൻ ചോദിക്കാൻ കാരണം അവർ നിങ്ങൾക്ക് റെക്കോർഡ് അയച്ചു തരും. അപ്പൊ അത് കേൾക്കാലോ. ലിങ്ക് അയച്ചിട്ടുണ്ട്. ഞാനത് കേറിയിട്ടുണ്ടെന്ന് ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേറെ കോളിലുണ്ടായിരുന്നു അന്നേരം. കുഴപ്പമില്ല. നമ്മളിത് റെക്കോർഡ് അയച്ചു തരാം. ഓക്കെ. പിന്നെ സാറിന്റെ പിന്നെ അറിയാം അവർക്ക് ഹായ് ആക്കാവോ? പേര് നോക്കാവോ? സുഷ്മിതയാണോ? സുഷ്മിതയാണോ സാറേ? ഹലോ, കേക്കാവോ? ലിവിമയുടെ ഒരു നേരത്തെ ചോദിച്ച ഡൗട്ടിന്റെ ക്ലാരിഫിക്കേഷൻ കൂടി തരാം. അതായത് നമ്മൾ പിന്നെ ഈ പ്രൊഡക്റ്റ് ഐഡിയ എടുത്തുകൊണ്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി 3 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം, അതിന്റെ വീഡിയോ അയച്ചു തരാം. അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങാം. കേരളത്തിൽ പിന്നെ 2 സ്ഥലം ഒഴികെ നമ്മുടെ കാസർഗോഡും ആൻഡ് ആലപ്പുഴ ഒഴികെ ബാക്കി എല്ലായിടത്തും നമുക്ക് ഔട്ട്ലെറ്റുകളുണ്ട്. ഷോപ്പിൽ പോയി വാങ്ങാം, അല്ലെങ്കിൽ പോസ്റ്റൽ വേണമെങ്കിൽ എത്തിച്ചേരാം.
പറഞ്ഞോളൂ പറഞ്ഞോളൂ. അയച്ചിട്ടുണ്ട്. ആരായിരുന്നു? ഹായ് ആക്കിയിട്ടുണ്ടോ? ആ ഓക്കെ ഞാൻ കോൺടാക്ട് ചെയ്യുമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നത് കേട്ടോ. നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. പോസ്റ്റൽ ലോണും കിട്ടും, ഓൺലൈനായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം അപ്ലിക്കേഷൻ ത്രൂ, അല്ലെങ്കിൽ ഷോപ്പ് പോയി വാങ്ങാം. 3 ഓപ്ഷനാണ് ഉള്ളത്. ലിബി മാഡം ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ബാക്കി അശ്വിന് പറഞ്ഞു തരും കേട്ടോ. പിന്നെ പ്രവീൺ സാറിനെ ഞാൻ അവർ റെക്കോർഡ് അയച്ചു തരുവേ. അവരൊന്ന് കോൺടാക്ട് ചെയ്യണേ, ഇൻവൈറ്റ് ചെയ്താലേ. ഓക്കെ സാർ. ഓക്കെ സാർ, എന്തെങ്കിലും വർക്ക് ചെയ്യണ്ടോ? നാട്ടിലെവിടെയായിരുന്നു? ഞാൻ ചെർപ്പുളശ്ശേരി, പാലക്കാട്. പാലക്കാട് അല്ലേ? ഓക്കെ ഓക്കെ. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. അവര് ഓൺലൈൻ ജോബിൽ വർക്ക് ചെയ്യണത് ഞാൻ, അതായത് നമ്മുടെ ഗ്രോവിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ബേസിൽ തന്നെയാണ്. പിന്നെ ഒരു ഇതിന്റെ സർവീസില്, അതായത് സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് തൃശ്ശൂര്. ഓക്കെ. സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. ഓക്കെ സാർ, ഇപ്പൊ ഈ പ്രൊഡക്റ്റ് കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ. അതെങ്ങനെ പ്രൊഡക്റ്റ് എങ്ങനെ സെല്ലിങ്ങാ? സെല്ലിങ്, അത് നെറ്റില് ഓർഡറിനനുസരിച്ചിട്ട് സെല്ല് ചെയ്യുന്നു. ഓക്കെ. എന്താ ഇത് പ്രൊഡക്റ്റ് അത്? വെൽനെസ് ഐറ്റംസ്. ഓക്കെ ഓക്കെ. തീർച്ചയായിട്ടും ഇത് നമ്മുടെ വെൽനെസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. 450 പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇതില് നിങ്ങൾ ഫസ്റ്റ് ഐഡിയ എടുക്കുമ്പോൾ അബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്. ഇത്ര പൈസ വാങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതുപോലെ തന്നെ കുറച്ച് പേര് പിന്നെ ഇതില് കുറച്ച് ലോയൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കസ്റ്റമേഴ്സിനെ സ്ഥിരമായിട്ട് വെക്കും. അതുകൂടാതെ കുറച്ച് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ അങ്ങനെ ചെയ്തത് നെറ്റ്വർക്ക് ക്രിയേറ്റ്. ഞാൻ ദുബായിൽ ഇരുന്നുകൊണ്ട് സെല്ലിംഗ് ഒരു ഓപ്ഷൻ ഇല്ല, സെല്ലിംഗ് ഒന്നും ചെയ്യാറില്ല. കാരണം നമ്മളെന്താ ചെയ്യുക, ജസ്റ്റ് നെറ്റ്വർക്ക്. ഞാൻ 3-4 ആൾക്കാരിലൂടെ